പ്രൈവറ്റ് ബസ് പണിമുടക്കിൽ യാത്രക്കാർ വലയുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ അടക്കം അനുകൂല തീരുമാനമുണ്ടെങ്കിൽ ഈ മാസം 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരമെന്ന് ബസ് ഉടമകളുടെ അറിയിപ്പ് വന്നിരിക്കുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. KSRTC ബസ്സുകളും ഓടിക്കുമെന്ന് പറയുന്നു. യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരമാവധി ദൂരീകരിക്കുവാനും KSRTCയുടെ ഭാഗത്ത് ശ്രമം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബസ് സൂചന സമരം ഉണ്ടെന്നറിയാം, പക്ഷേ അത്ര കാര്യമാക്കി എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വരിക. ഈ കോരിച്ചെയ്ത മഴയത്ത് ഇങ്ങനെ ഒരു സമരം തന്നാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. സന്ദർഭോചിതമല്ലാത്ത ഒരു സമരമാണ്. അതുകൊണ്ട് ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും ആൾക്കാർക്ക്. ചില പെട്ടെന്ന് സമരം വെക്കുന്നതൊക്കെ ഭയങ്കര ഇതാണല്ലോ. ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങനെ പോകും എന്നിങ്ങനെ ആലോചിക്കുക. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് എത്തിപ്പെട്ടെങ്കിലും നടന്ന് പോകും വേണം. അപ്പോൾ കാലിനൊരു ഇതും പറ്റി. ഇത് കൂടും അറിയില്ല. ഇപ്പോൾ നടക്കുന്ന അന്യായമായൊരു സമരമാണ് എനിക്ക് തോന്നുന്നത്. ഏത് സമയവും കുട്ടികളുടെ ഈ ബസ് ഫെയർ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ സമരം ഉണ്ടാവാറുള്ളത്. ഇപ്പം പറഞ്ഞിരിക്കുന്ന 5 രൂപ ആക്കി മാറ്റണം മിനിമം വേജസ് എന്നാണ്. അതിനോട് തീർത്തും എതിരഭിപ്രായമാണ് എനിക്കുള്ളത്. കുടുങ്ങി നാട്ടിലേക്ക് ബസ് കിട്ടുമെന്ന് പറഞ്ഞോട് KSRTC ഉണ്ട് എന്ന് പറഞ്ഞ് വരുമെന്ന് നോക്കാം. വിവിധ ജില്ലകളിൽ പ്രൈവറ്റ് ബസ് സമരം പുരോഗമിക്കുന്നു. ഇതിൻ്റെ വിവിധ റിപ്പോർട്ടുകളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം, തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്, എറണാകുളത്ത് നിന്ന് ശ്യാംകുമാർ, മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ എന്നിവർ തത്സമയം ചേരുകയാണ്. എല്ലാവർക്കും സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. ആദ്യം കോഴിക്കോട്ടേക്ക് ദീപക് തർമ്മണം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട്ട് എന്താണ് അവസ്ഥ? പ്രൈവറ്റ് ബസ്സുകളുടെ സമരം മൂലം യാത്രക്കാർ വലഞ്ഞിട്ടുണ്ടോ? KSRTC പാരലൽ സർവീസ് നടത്തുന്നുണ്ടോ? SKN പൊതുവിൽ മലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് യാത്രക്കാർ നീങ്ങുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിലാണ്. ഒരു സ്വകാര്യ ബസ് പോലും പ്രവർത്തനം ഇന്ന് സർവീസ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കൊന്നും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ യാത്രക്കാർ ഇവിടെ ബസ് കാത്ത് നിൽക്കുന്ന സാഹചര്യം, അതായത് KSRTCയുടെ അധിക സർവീസ് ഇങ്ങോട്ടേക്ക് ഈ ഒഫീഷ്യൽ സ്റ്റാൻഡിലേക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ആൾക്കാർ നിൽക്കുന്നത്. നിങ്ങൾ എങ്ങോട്ടേക്ക് പോകാനാണ്? വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇനിയിപ്പം KSRTC വരാൻ കാത്തിരിക്കും. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നപ്പോഴറിഞ്ഞ് ഈ പ്രൈവറ്റ് ബസ്സിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. നേരത്തെ അറിയാത്തതാണ് പ്രശ്നമാവുന്നത്. അതാണ് പ്രശ്നം. കാരണം നമുക്ക് അങ്ങനെ ഒരു ന്യൂസിൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു. നാട്ടിലോട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് അറിഞ്ഞത് ഇന്ന പോലെ പ്രൈവറ്റിൻ്റെ സമരമുണ്ട്, പ്രശ്നമായിരുന്നു. കുറച്ച് നേരമായിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. SKN ഇതുപോലെ അറിയാതെ എത്തുന്ന യാത്രക്കാർ അനവധിയാണ്. കാരണം ഒന്ന് പെട്ടെന്നുള്ള സമരമാണ്. ബസ് ഉടമസ്ഥരുടെ ആവശ്യം നോക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ കൺസെഷനിൽ തീരുമാനമുണ്ടാക്കുക, അതായത് കൺസെഷൻ നിരക്കിൽ വർധന അനുവദിക്കുക എന്നുള്ളതാണ്. അതുപോലെ ലിമിറ്റഡ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള പെർമിറ്റുകളെല്ലാം അതേപടി പുതുക്കി നൽകുക, അതുപോലെ PCC ഒഴിവാക്കുക എന്ന വിചിത്രമായ മറ്റൊരു ആവശ്യം കൂടി ബസ് ഉടമസ്ഥർ പറയുന്നുണ്ട്. അതായത് സാധാരണ ഏത് സ്ഥാപനത്തിലും ജോലിക്ക് പ്രവേശിക്കുമ്പോൾ PCC ആവശ്യപ്പെടും. അത്തരത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അത്തരമൊരു നിർബന്ധം പിടിക്കുന്നതിനെതിരെയും പറയുന്നു എന്നുള്ളതാണ്. എവിടത്തേക്ക് പോകാനാ? എത്ര നേരമായി വന്നിട്ട്? അരമണിക്കൂറായി. ചേച്ചി എത്ര നേരമായി ഇവിടെ കാത്തുനിൽക്കുന്നത്? എന്താ അവസ്ഥ പൊതുവേ? ബാലുശ്ശേരി ഭാഗത്തേക്കാണ് പോകുന്നത്. അരമണിക്കൂർ സമയം. അപ്പോൾ സമരം ഉള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? അറിഞ്ഞിട്ടുണ്ട്, എന്നാലും KSRTC ഉണ്ടാവും. SKN ഈ മലബാറിൽ പ്രത്യേകിച്ച് KSRTCയുടെ അധിക സർവീസ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മലബാറിലെ ജനങ്ങൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് KSRTC അധിക സർവീസ് എവിടത്തേക്ക് പോകാനായിട്ടോ? നന്മണ്ട. എത്ര നേരമായി കാത്തു നിൽക്കുന്നത്? 1 മണിക്കൂറായി. SKN ഇതാണ് അവസ്ഥ. 1 മണിക്കൂറായി കാത്തു നിൽക്കുന്ന ഒരു ചേട്ടനെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അധിക സർവീസ് KSRTC നടത്തിയേ മതിയാകൂ. കാരണം ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി ഓഫീസ് ടൈം ആകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം. ഇനി തലസ്ഥാന ജില്ലയിൽ എന്താണ് അവസ്ഥ എന്നറിയാൻ അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. ഗുഡ് മോർണിംഗ് അലക്സ്. അവിടെ എങ്ങനെയാണ് പ്രൈവറ്റ് ബസ് സമരം ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? SKN ഗുഡ് മോർണിംഗ്. SKN തിരുവനന്തപുരത്തെ സംബന്ധിച്ച പ്രൈവറ്റ് ബസ് സമരം ജനങ്ങളെ ബാധിച്ചില്ല എന്ന് പറയാം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അവർ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെ ഈ സ്വകാര്യ ബസ് പണിമുടക്കൊക്കെ നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് അത്ര കണ്ട് ഫലവത്തല്ല എന്നുള്ളതാണ് സ്വകാര്യ ബസ് ജീവനക്കാർ വിലയിരുത്തുന്നത്. അവരുടെ മുതലാളിമാരും വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അവരോട് സാധാരണ ദിവസങ്ങളിലെ പോലെ തന്നെ ബസ് എടുത്തുകൊള്ളാൻ തൊഴിലാളികൾക്ക് മുതലാളിമാർ നിർദ്ദേശം നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ നിരത്തിൽ കണ്ടാൽ ഇത് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിൽ പതിവ് പോലെ തന്നെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഏതാണ്ട് ഒരു 95-98% ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു ജീവനക്കാരോട് നമുക്ക് ഇത് സംബന്ധിച്ച് പണിമുടക്കിൽ ഭാഗമാകുന്നില്ല. എന്തോ പണിമുടക്കിൽ ഭാഗമായി ഇവിടെ യൂണിയൻ ഇല്ല, ഒന്നുമില്ല, സ്റ്റാൻഡില്ല, വടക്ക് പോലെ അല്ല. ഇവിടെ ഇത്രയും KSRTCയുടെ ഇടയിലാണ് പ്രൈവറ്റ് വിരലുള്ളതെന്ന് പ്രൈവറ്റേ ഉള്ളൂ. മുടക്കിയിട്ട് ഇവിടെ കാര്യമില്ല. പണി മുടക്കിയിട്ട് ഒരു കാര്യമില്ല.
എല്ലാ ബസ്സുകളും സർവീസ് നടത്തുന്നു. ഉണ്ടല്ലോ, എല്ലാ വണ്ടിയുണ്ട്, എല്ലാ വണ്ടിയുണ്ട്. എസ് കെ അതാണ് കൃത്യമായി അവർ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് പതിവ് പോലെ മറ്റെല്ലാ സർവീസും നടത്തുന്നുണ്ട്. നമുക്കൊരു പ്രതികരണം കൂടെ തേടാം. പണിമുടക്കിൽ ഭാഗമാകുന്നില്ലേ ചേട്ടാ? ഇവിടെ നമുക്ക് സ്റ്റാൻഡില്ല, നമ്മളെ വെളിയിലാണ് ഇട്ടേക്കുന്നത്, കണ്ടില്ലേ? നമുക്ക് അങ്ങനെ യൂണിയനും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അവിടെ പണിമുടക്ക് നടക്കും. പക്ഷേ ഇവിടെ വടക്കോട്ടാണെങ്കിൽ സ്റ്റാൻഡുണ്ട്, അവർ പണിമുടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. പണിമുടക്ക് വിജയിക്കാത്തതുകൊണ്ട് അതിൽ ഭാഗമാകുന്നില്ല. അങ്ങനെയല്ല, ഇവിടെ അങ്ങനെ പൊതുവെ എങ്ങനെയാണ്. എല്ലാ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. ഓ, ബസ്സുകളെല്ലാം സർവീസ് നടത്തുന്നുണ്ട് പതിവ് പോലെ. സർവീസ് നടത്തുന്നുണ്ട്, എല്ലാ ബസ്സും സർവീസ് നടത്തുന്നു. ഓക്കെ. എസ് കെ അതാണ് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്. അതായത് സ്വകാര്യ ബസ് ഉടമകൾ കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി ചർച്ച നടത്തിയിരുന്നു പാലക്കാട്. അതിലവർ പ്രധാനമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ, അതുപോലെ ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് കൃത്യമായി പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക, ഒപ്പം ഈ ബസ് ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന നടപടി അത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംയുക്ത സമരസമിതി, സ്വകാര്യ ബസ്സുകളുടെ സംയുക്ത സമരസമിതി ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് ഈ പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയ നടപടിയിൽ നിന്ന് ഒരു അണു പോലും പിന്നോട്ട് പോകില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒരുപക്ഷെ ഈ സ്വകാര്യ ബസ് പണിമുടക്കുന്നത് സൂചനാ പണിമുടക്കാണിന്ന്. ഈ സ്വകാര്യ ബസ് പണിമുടക്ക് ജനജീവിതത്തെ കാര്യമായി ബാധിച്ചേക്കാം. പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ, വിശിഷ്യ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അത് വലിയ പ്രശ്നമാകുന്നില്ല. ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ പണിമുടക്ക് ഫലവത്തല്ല എന്നുള്ളതാണ് ബസ് ജീവനക്കാരും അതുപോലെ അതിന്റെ മുതലാളിമാരും വിലയിരുത്തുന്നത്. എന്താണെങ്കിലും ഇതിൽ സർക്കാർ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ ജൂലൈ 22-ന് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് 22 മുതൽ കടക്കുമെന്നാണ് സ്വകാര്യ ബസ്സുകളുടെ സംയുക്ത സമരസമിതി. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ സമരമില്ല. ഇനി എറണാകുളത്തേക്ക് ശ്യാംകുമാർ, അവിടെ എറണാകുളത്തിൻ്റെ അവസ്ഥ എന്താണ്? കാര്യം എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് KSRTC ആണ് കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത്. എന്നാൽ എറണാകുളത്തെ സ്ഥിതി അതല്ല. ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്, അവിടെ സ്റ്റാൻഡും ഉണ്ട്. പറയൂ ശ്യാംകുമാർ. SKN ഈ ദൃശ്യങ്ങൾ തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഇന്നിപ്പോൾ KSRTC ബസ്സും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ അവസ്ഥ ബുദ്ധിമുട്ടായി പോയേനെ. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ KSRTC ബസ്സിനെ ആശ്രയിച്ച് ആളുകൾ പോകുന്ന ദൃശ്യമാണ്. തിരുവനന്തപുരം പോലെയല്ല കൊച്ചി. കാരണം കൊച്ചിയിലേക്ക് ഒരു ദിവസം എത്തുന്നത് കോട്ടയത്ത് നിന്നും ഇടുക്കിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ ആളുകൾ ദിവസവും എത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് പൊതുജനങ്ങളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ ബസ്സുകൾ KSRTC അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൊച്ചിയിൽ ഒരു തരത്തിലും ജനങ്ങൾക്ക് ഉപകാരമാകില്ല. കാരണം ഏകദേശം 5 ജില്ലകളിൽ നിന്നാണ് പ്രതിദിനം ജോലിക്ക് ആളുകൾ ഇവിടെ വന്നു പോകുന്നത്. അത്രയും ആളുകൾ ഇന്ന് എങ്ങനെ ഇങ്ങോട്ട് എത്തുമെന്നുള്ളത് അതിന് മതിയായ KSRTC ഒരിക്കലും ഒരുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ, മറ്റു ആളുകൾ ഒക്കെ ഇന്ന് ബുദ്ധിമുട്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളിപ്പോൾ ഈ നിന്ന സ്ഥലത്തേക്ക് ഒരു KSRTC ബസ് വന്നു, അത് നിറഞ്ഞങ്ങ് പോകുന്ന സ്ഥിതിയാണ് ഈ വൈറ്റില ജംഗ്ഷനിൽ തന്നെ ഉള്ളത്. ഇനിയും ആളുകളൊക്കെ ഇങ്ങനെ വരികയാണ്. കാരണം വൈറ്റില ഹബ്ബിലൊക്കെ ആണെങ്കിലും ദീർഘദൂര ബസ്സുകൾ മാത്രമാണ് ഉള്ളത്. ഈ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇന്ന് പണിമുടക്കാണെന്ന് അറിയില്ലായിരുന്നു, രാവിലെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അതെ, എനിക്ക് കച്ചേരിപ്പടി പോവാൻ. ഈ അത്തരത്തിൽ ഇന്നിപ്പോ ബസ് പണിമുടക്കാണെന്ന് അറിയാതെ വന്ന ആളുകൾ, അപ്പോൾ അവരൊക്കെ കച്ചേരിപ്പടിക്ക് പോകാൻ നിൽക്കുന്ന ആളുകളാണ്. ചേച്ചി, ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആളുകൾ ഇവിടെ വന്ന് നിറയുന്ന സ്ഥിതിയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ കൊച്ചിയിലേക്ക് കൂടുതൽ ആളുകൾ, പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ ബസ് കാത്ത്, സ്വകാര്യ ബസ്സുകളെ ദിനംപ്രതി ആശ്രയിക്കുന്ന ആളുകളൊക്കെ ഈ ഭാഗങ്ങളിലേക്ക് വരും. അത്തരം ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ KSRTC സർവീസ് നടത്തുന്നത് ഒരു പരിധിവരെ ആശ്വാസവുമാണ്. താങ്ക് യു ശ്യാംകുമാർ. ഇപ്പോൾ ഒരു വാർത്ത സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നു. മലപ്പുറം തലപ്പാറയിൽ വാഹനാപകടത്തിൽ ഒരു യുവാവ് തോട്ടിലേക്ക് തെറിച്ചുകൊണ്ട് സംഭവം ഉണ്ടായി. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഈ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വാർത്തയാണ്. തലപ്പാറ വലിയപറമ്പ് സ്വദേശി മുഹമ്മദ് ആഷിറിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപകടം സംഭവിച്ച പാലത്തിന് സമീപത്ത് നിന്ന് 500 മീറ്റർ അകലെ തോട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് യുവാവ് അപകടത്തിൽപ്പെട്ടത്. അന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹം ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇനി മലപ്പുറം, നിങ്ങൾക്കറിയുന്ന പോലെ വടക്കൻ കേരളത്തിൽ ഒരുപാട് പ്രൈവറ്റ് ബസ് സർവീസുകൾ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ആശ്രയിക്കുന്ന പ്രൈവറ്റ് ബസ് സർവീസുകളെയാണ്. ഇവിടെ പ്രൈവറ്റ് ബസ് സമരമായതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ജനങ്ങൾ വലയുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിപിൻ സി വിജയൻ ചേരുന്നു മലപ്പുറത്തുനിന്ന്. വിപിൻ, ഗുഡ് മോർണിംഗ്. അവിടുത്തെ അവസ്ഥ എന്താണ് വിപിൻ?
ഗുഡ് മോർണിംഗ് SKN. ഇപ്പോൾ ഈ സ്വകാര്യ ബസ്സുകൾ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അത് ജനജീവിതത്തെ ആകെ ബാധിക്കും. മലപ്പുറത്തെ സംബന്ധിച്ച് കൂടുതലായും ഈ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് ഒരു സർവീസായിട്ട് ഉള്ളത്. അവിടേക്കൊക്കെയുള്ള ആളുകൾ അവിടേക്ക് പുറത്തിറങ്ങിയാൽ പോലും അത് ഓട്ടോറിക്ഷകളൊക്കെ മാത്രം ഒരു ആശ്രയമാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. KSRTC ബസ് സ്റ്റാൻഡിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ ബസ്സുകളൊക്കെ തന്നെ ഉണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു ആളുകൾ എത്തുന്നു. അങ്ങനെ അവർക്ക് പോകാനൊക്കെ ഉള്ളത് മലപ്പുറത്തിൻ്റെ വളരെ ഉള്ളിലേക്കുള്ള ഭാഗങ്ങളിലേക്കാണ്. അപ്പോൾ അവിടേക്കൊന്നും ഈ ബസ്സുകൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. മറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ആശ്രയം ആണ് വേണ്ടത്. അതായത് ഇപ്പോൾ ഈ ജീപ്പുകൾ ഉൾപ്പെടെയുള്ളവ ഓടിക്കുക എന്നുള്ളതിലേക്കൊക്കെയാണ് ഇവരുടെ ഒരു കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് KSRTC ബസ്സുകൾ ഇന്നിപ്പോൾ അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. ഒന്ന് മഞ്ചേരി തിരൂർ ഭാഗത്തേക്കും അതുപോലെ തന്നെ നിലമ്പൂർ വഴിക്കടവ് ഭാഗത്തേക്കൊക്കെ ഈ 2 സർവീസുകൾ വീതം അധികമായി വെച്ചിട്ടുണ്ട്. അതുമാത്രമാണ് ഒരു ഫലപ്രദമായിട്ട് ഇനി നടപ്പാകാൻ പോകുന്നത്. മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുന്നതൊക്കെ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ചേട്ടൻ എവിടേക്കാ പോകുന്നത്? മണ്ണാർക്കാട്. ബസ് വന്നിട്ടില്ല? ഇല്ല. കാത്തു നിൽക്കണം. സ്വകാര്യ ബസ് ഇല്ലെങ്കിൽ വലഞ്ഞ തന്നെ ബുദ്ധിമുട്ടാണ്. ചേട്ടൻ എവിടാ? രണ്ടാംകുടി മണ്ണാർക്കാട് അല്ലേ? SKN. അപ്പോൾ ഇതുപോലെ നിരവധി ആളുകൾ ഇതാ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പലരും ബൈക്കുകളിലൊക്കെ വന്ന് ഇറങ്ങി അങ്ങനെ ഓരോരോ ആശ്രയങ്ങൾ ഓരോ ഭാഗത്തു നിന്ന് അവർ കണ്ടെത്തുകയാണ്. ചേട്ടൻ എങ്ങോട്ടേക്കാ? ഞാൻ മോളെ യാത്രയാക്കാൻ വന്നു. മോളെ യാത്രയാക്കാൻ വന്നാണ്? സേലത്തേക്ക് പോകും. അവള് സേലത്തെ പഠിക്കണേ, അപ്പോൾ അവർക്ക് പോകും. സേലത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്വകാര്യ ബസ് ഉണ്ടായതില്ല. എവിടുന്നാ വരുന്നത്? അല്ല സേലത്തേക്ക് പോവാൻ അവിടെ പഠിക്കണ കുട്ടി. അപ്പോൾ അവളെ യാത്രയാക്കാൻ വേണ്ടി വന്നു. സമരം വലിച്ചോ? സമരം ഇപ്പോൾ പിന്നെ KSRTC അല്ലെങ്കിൽ KSRTC പോയാ. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ അതല്ലെങ്കിലും ചേട്ടൻ KSRTC മാത്രമാണ് ആശ്രയിക്കുന്നത്. എന്തായാലും 1600ഓളം സ്വകാര്യ ബസ്സുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഇത്രയും ബസ്സുകൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഇന്ന് സർവീസ് നിർത്തും എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സമരത്തിലൊരു തീരുമാനമായില്ലെങ്കിൽ 22-ാം തീയതി മുതൽ മലപ്പുറം ജില്ലയെ പോലുള്ള പ്രദേശങ്ങൾ കൂടുതൽ വലയും ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ. ഓക്കെ, താങ്ക് യു വിൻസി വിജയൻ. വിജിത്ത് പറയുന്നു ഓൺലൈൻ ടാക്സികൾ ഇന്ന് ചാകരയായിരിക്കുമെന്ന് പറയുന്നു. കോഴിക്കോട് കണ്ണൂർ മാത്രമേ ഉള്ളൂ, മലബാറിൽ SKN. കാസർഗോഡ് മലബാറിലല്ലേ എന്ന് ഒരാൾ ചോദിക്കുന്നു. മൊയ്ത് പറയുന്നു പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന കുട്ടികൾ ഇനി 5 രൂപ വലിയ പൈസയാണോ എന്നുകൂടെ ചോദിക്കുന്നത്. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരുപാട് പ്രൈവറ്റ് ബസ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഈ സ്റ്റാൻഡിൽ നിന്ന് സൂര്യ സജി കൂടി ചേരുകയാണ്. സൂര്യ സജി, ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്? SKN തീർച്ചയായും ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം, ശക്തൻ ബസ് സ്റ്റാൻഡിൽ ആകെ തന്നെ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ ചുരുക്കം ചില സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒഴിച്ചാൽ ഭൂരിഭാഗം ബസ്സുകളും ഇന്ന് സർവീസ് നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രാവിലെ മുതൽ ഈ ബസ് സമരം അറിയാതെ ഇവിടെ എത്തിയ യാത്രക്കാരടക്കം വലയുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി പേരാണ് ഇപ്പോഴും ഈ ബസ്സൊക്കെ അന്വേഷിച്ച് ഇവിടെ എത്തുന്നത്. പക്ഷേ KSRTC ബസ് സമാന്തരമായി സർവീസ് നടത്തുന്നത് മാത്രമാണ് ഇവർക്കെല്ലാവർക്കും ആശ്വാസമാകുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 ബസ് സ്റ്റാൻഡുകളാണ് നഗരത്തിലുള്ളത്. ഒന്ന് വടക്കേ ബസ് സ്റ്റാൻഡും അതോടൊപ്പം തന്നെ ഈ ശക്തൻ ബസ് സ്റ്റാൻഡുമാണുള്ളത്. ഈ 2 സ്ഥലത്തും ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ KSRTC അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ കൂടുതൽ ബസ്സുകൾ പല റൂട്ടുകളിലേക്ക് വിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ പാത എന്ന് പറയുന്നത് കൂടുതൽ യാത്രക്കാരുള്ള മേഖലയാണ്. അവിടെ വലിയ രീതിയിൽ ഈ ബസ്സിനെ ആശ്രയിച്ച് യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അതോടൊപ്പം തന്നെ തൃശ്ശൂർ ഒറ്റപ്പാലം തീർത്തും സ്വകാര്യ ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന മേഖലയാണ് ഒറ്റപ്പാലത്തേക്കടക്കം KSRTC ബസ്സുകൾ കൂടുതലായി സജ്ജീകരിച്ചുകൊണ്ട് ഈ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഭൂരിഭാഗം ബസ്സുകളും പണിമുടക്കിന്റെ ഭാഗമാവുകയാണ് തൃശ്ശൂരിൽ. താങ്ക് യു. ഇനി കോട്ടയം ജില്ലയിലും ഒരുപാട് പ്രൈവറ്റ് ബസ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ എന്താണ് അവസ്ഥ എന്നറിയാൻ ടോബി ജോൺസൺ നമുക്കിപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ടോബി. കോട്ടയത്തെ പ്രൈവറ്റ് ബസ് സ്ട്രൈക്ക് കാര്യമായിട്ടുണ്ടല്ലോ. അവിടെ KSRTC കൊണ്ട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുമോ? ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നിരവധി സ്ഥലങ്ങളിലേക്ക് പ്രൈവറ്റ് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ മലയോര മേഖലയും അതുപോലെ തന്നെ സമനിരപ്പും അതോടൊപ്പം തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങൾ അപ്പർ കുട്ടനാട് പോലെയുള്ള മേഖലകൾ ഇവിടേക്കെല്ലാം തന്നെ ബസ് സർവീസുകൾ സ്വകാര്യ ബസ് സർവീസുകളാണ് കൂടുതലായിട്ടും നടത്തിയിരുന്നത്. എന്തായാലും ഇന്ന് ഈ സർവീസുകളൊന്നും തന്നെ നടത്തുന്നില്ല. നമുക്കിപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിലാണ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. ഒറ്റ ബസ്സുകളും ഇവിടെ നിന്നും സർവീസ് നടത്തുന്നില്ല. കാരണം പൂർണ്ണമായിട്ടും ബസ്സുകളെല്ലാം കയറ്റി നിരത്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നാഗമ്പടം സ്റ്റാൻഡിന് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. സാധാരണ എല്ലാ ദിവസവും ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ ഇറങ്ങി KSRTCയിൽ എത്തുന്ന ആളുകളെ കയറ്റി അവിടെ നിന്നും
ബസ് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് KSRTC കൂടുതൽ സർവീസുകൾ നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് KK റോഡ് വഴി, അതായത് കുമളി മുണ്ടക്കയം ഭാഗത്തോട്ടുള്ള മലയോര മേഖലകളിലേക്ക് പോകുന്നതിന് വേണ്ടി KK റോഡ് വഴി കൂടുതൽ സർവീസുകൾ, അതുപോലെ തന്നെ MC റോഡ് വഴി എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ടതിന് കൂടുതൽ സർവീസുകൾ. എറണാകുളം ഭാഗത്തേക്കാണ് രാവിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്നത്, പ്രൈവറ്റ് ബസ്സിലാണ്. ആ ബസ്സുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എറണാകുളം റൂട്ടിലും കൂടുതൽ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ട അവർക്ക് വേണ്ടി പ്രത്യേകം സർവീസുകളും KSRTC ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ബസ് സമരം മൂലം യാത്രക്കാർക്ക് ക്ലേശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമുക്ക് കാണാം വേണാട് പോലെയുള്ള ബസ്സുകളൊക്കെ KSRTC കൂടുതലായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ നാമ്പട സ്റ്റാൻഡിന് മുന്നിൽ നിൽക്കുന്ന ആളുകളെ കയറ്റുന്നതിന് വേണ്ടി വന്ന ബസ്സാണ് ഒരു വേണാട്, KSRTCയുടെ വേണാട് ബസ്സാണ്. സാധാരണ ഇങ്ങനെ ഉണ്ടാകാറുള്ളതല്ല. പക്ഷേ ഇപ്പോൾ റെയിൽവേ വഴി നാഗമ്പടം എന്ന ബോർഡ് വെച്ച് KSRTC സർവീസ് നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാ മേഖലയിലും ഈ പണിമുടക്ക്, പ്രൈവറ്റ് ബസ്സുകളുടെ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.